തൊഹാനി നോക്കൂ, ഒരാളുടെ പ്രണയം, ഒരാളുടെ ഇഷ്ടം, ആരെ വിവാഹം കഴിക്കണം എന്ന കാര്യം, ഇതൊക്കെ ഒരാൾ വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് മറ്റൊരാൾ എങ്ങനെയാണത് ജഡ്ജ് ചെയ്ത് കൊടുക്കുക? ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ. അതിൽ മറ്റ് രാഷ്ട്രീയത്തിനും അതുപോലെ മതത്തിനൊക്കെ എന്താണ് റോൾ? അപ്പോൾ അങ്ങനെ ഒരാളിപ്പോൾ ഒരു മുസ്ലിം ആയ യുവതി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടാൽ, അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ, അയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അതിനെ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടിയാണോ കാണേണ്ടത്? അത് അവരെന്തോ മഹാപാതകം ചെയ്തു എന്നുള്ള നിലയിലാണ് കണ്ടത്? നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന കാര്യമാണ്. നമ്മുടെ അതൊരു ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ അതിനെയൊക്കെ ആ നിലയിൽ കാണാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗും അതിൻ്റെ യുവജന സംഘടനകളും ഒക്കെ വളരണ്ടേ? മുസ്ലിം ലീഗ് എന്നത് ഭരണഘടനയെ ഉൾക്കൊള്ളുന്ന, ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം തന്നെയാണ്. ഇവിടെ ഭരണഘടനയും അതുപോലെ തന്നെ മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കും, സ്പെഷ്യൽ മാരേജ് ആക്ടിനെ പ്രോത്സാഹിപ്പിക്കും ഒക്കെ ചിലർ പറയുകയുണ്ടായി. പക്ഷേ എൻ്റെ ഒരു സംശയമാണ് ഞാനിവിടെ അഭിലാഷ് ചോദിക്കുന്നത്. ഭരണഘടനയുടെ പിതാവായിട്ടുള്ള അംബേദ്കർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന ഉദ്ദേശിച്ചത് കാസ്റ്റിൻ്റെ ഉന്മൂലനമാണെന്നുള്ളത്. കാസ്റ്റിൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതാണ്, അല്ലാതെ അനിഹിലേഷൻ ഓഫ് റിലീജിയൻ അല്ല. ഇവിടെ റിലീജിയൻ ആയിട്ടുള്ള മാരേജുകളാണ്, അല്ലെങ്കിൽ റിലീജിയൻ തമ്മിലുള്ള മാരേജുകളാണ് ഇവരൊക്കെ പറയുന്ന ആളുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ അവരൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അവർ എത്ര പേര് ഇവിടെ സംസാരിക്കുന്ന CPM-ൻ്റെ ആളുകളാവട്ടെ, ഇവരെത്ര പേര് കാസ്റ്റുകൾ തമ്മിലുള്ള മാരേജ് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? എത്ര കാസ്റ്റുകൾ തമ്മിലുള്ള മാരേജുകൾ അവരുടെ ഓഫീസുകളിൽ വെച്ച് അവർ നടത്തി കൊടുക്കുന്നുണ്ട്? ഇപ്പം തളിപ്പറമ്പിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ തളിപ്പറമ്പിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നതിൻ്റെ തലേന്നാണ് ആ കുട്ടിയെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ആ കല്യാണത്തിന് മുതിരുന്നത് ആ കുട്ടിയാണ്, അല്ലെങ്കിൽ ആ കല്യാണത്തിന് വിവാഹത്തിന് ഡ്രസ്സുകൾ എടുക്കുന്നതും ആഭരണങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ ആ കുട്ടിയാണ്. പക്ഷെ പിന്നീട് ആ കുട്ടി കല്യാണത്തിന് തലേന്ന് ദിവസം ഒരാളുടെ കൂടെ പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. അത് നടത്തി കൊടുക്കുന്നതാവട്ടെ അവിടുത്തെ CPM-ന്റെ ഏരിയ കമ്മിറ്റി നേതാവ് അടക്കമുള്ള ആളുകളാണ്. അത്തരം ആളുകളെ ഉദ്ദേശിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അത്തരം ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നാസർ ഫൈസി കൂടത്തായി അത്തരത്തിലൊരു അതും നടത്തിയത്. മതത്തിന്റെ ഇഷ്ടത്തിനാണല്ലോ പോയത്. ആഭരണം എടുത്തതും വസ്ത്രം വാങ്ങിയതും ഒക്കെ അവരുടെ വീട്ടുകാരുടെ നിർബന്ധത്തിലോ സാഹചര്യത്തിലോ ആയിരിക്കും. ഒരു വ്യക്തി അയാളുടെ ഇഷ്ടത്തിന്, അയാളുടെ സ്വയം നിർണയാവകാശം അനുസരിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ സമൂഹത്തിന് അവരെ പിന്തുണയ്ക്കുകയല്ലാതെ വേറെന്താണ് വഴി? അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പാതകമാവുക? ഞാനൊന്ന് ചോദിച്ചോട്ടെ അഭിലാഷ്, ഈ CPM-ന്റെ ഒരു അജണ്ടയാണോ, അല്ലെങ്കിൽ CPM ഈ മിശ്രവിവാഹങ്ങൾ നടത്തി കൊടുക്കാം എന്നുള്ളത് അവർ ആർക്കെങ്കിലും ഉറപ്പ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പൽ അജണ്ടയുടെ ഭാഗമാണോ അതിനെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതല്ല? ഇപ്പൊ ഒരു വ്യക്തി, നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി, ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് വിവാഹം കഴിക്കാൻ അവർ തീരുമാനിക്കുന്നെങ്കിൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരാൾക്ക് വേറെന്താ ചെയ്യാൻ പറ്റുക? അതേ തീരുമാനത്തിന്റെ, അല്ലെങ്കിൽ അതേ തീരുമാനത്തിലുള്ള അവരുടെ അവകാശത്തെ പോലെ തന്നെയാണ് ഒരു മതപണ്ഡിതന് ആ മതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ സംസാരിക്കാനുള്ള അവകാശത്തിൽ തന്നെയാണല്ലോ നമുക്ക് പരിധിയും അഭിപ്രായ സ്വാതന്ത്ര്യം. ആ സംസാരിക്കുന്ന വേദി കൂടെ നിങ്ങൾ നോക്കണം. സംസാരിക്കുന്ന വേദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് നിന്ന് അല്ല പോട്ടെ, ഈ അഡ്വക്കേറ്റ് അനിൽകുമാർ യുക്തിവാദികളുടെ സമ്മേളനത്തിൽ വെച്ചിട്ട് മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ട മൂരിച്ചത് അവരുടെ നേട്ടമായി കൊണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിലുള്ള ആളുകളുടെ പ്രസ്താവനകൾ ചിലപ്പം ആശങ്കകളായിട്ട് ഈ മതപണ്ഡിതർക്ക് ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ടാകാം. ശരി, ഓക്കെ. അങ്ങനെ മതപണ്ഡിതർക്ക് പ്രസംഗം കേട്ടിട്ടുള്ള ധാരണയുമാകാം.